ഇവരെ എന്ത് ചെയ്യണം, എങ്ങോട്ട് കൊണ്ടുപോകണം എന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനും അത് യൂസഫ് അലി സാറ് കണ്ണിൽ കാണാനും ഇടയായത്. എനിക്ക് വല്ലാതെ ജീവിക്കാൻ പോലും പറ്റില്ല. ഞാൻ അത്രയും കാലം ഞാൻ ഈ മക്കളൊപ്പം വളർന്നു കഴിഞ്ഞത് 2 വർഷത്തിലേറെ ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ട്. പക്ഷേ എത്രയോ ആൾക്കാരെ പോയി കണ്ടു. എല്ലാവരും നോക്കട്ടെ സഹായിക്കാമെന്ന് പറയല്ലാതെ ഇന്ന് വരെ ഒരു സഹായം നമുക്ക് കിട്ടിയിട്ടില്ല. അട്ടപ്പാടിയിലെ ഭിന്നശേഷി കുട്ടികൾക്ക് ഇനി സ്വന്തമായി വീട്. എം.എ. യൂസഫ് അലിക്ക് നന്ദി പറഞ്ഞ് സജി ബിസ്ന ദമ്പതികൾ. വീട് വാങ്ങാൻ ആവശ്യമായിരുന്ന 15 ലക്ഷം രൂപയുടെയും ദൈനംദിന ചെലവിനായി 5 ലക്ഷം രൂപയുടെയും ചെക്ക് ലുലു ഗ്രൂപ്പ് പ്രതിനിധികൾ ദയാശ്രയ ചാരിറ്റബിൾ റീഹാബിലേഷൻ സൊസൈറ്റിക്ക് കൈമാറി. ഭിന്നശേഷിക്കാരായ കുട്ടികളുമായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്ന ആശങ്ക ഒഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് സജി ബിസ്ന ദമ്പതികൾ. ഈ കുട്ടികൾക്ക് സ്വന്തമായി വീടെന്ന സ്വപ്നം ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലി യാഥാർത്ഥ്യമാക്കി. വീട് വാങ്ങാൻ ആവശ്യമായ 15 ലക്ഷം രൂപയുടെയും കുട്ടികളുടെ ദൈനംദിന ചെലവിനായി 5 ലക്ഷം രൂപയുടെയും ചെക്ക് എം.എ. യൂസഫ് അലിക്ക് വേണ്ടി ലുലു ഗ്രൂപ്പ് പ്രതിനിധികൾ സജി ബിസ്ന ദമ്പതികൾക്ക് കൈമാറി. എവിടെയെങ്കിലും ആക്കിയിട്ട് സ്ഥാപനത്തിലാക്കിയിട്ട് എനിക്ക് വല്ലാതെ ജീവിക്കാൻ പോലും പറ്റില്ല. ഞാൻ അത്രയും കാലം ഞാൻ ഈ മക്കളൊപ്പം വളർന്നു കഴിഞ്ഞത്. യൂസഫ് അലി സാറോട് ആൾക്കാരെ പോയി കണ്ടു സാറ്. കാരണം ഞങ്ങൾക്ക് ആരെ കാണണം എന്നറിയില്ല. ഞങ്ങളൊരു സാധാരണക്കാരായ മനുഷ്യരാണ്. അട്ടപ്പാടി മുക്കാലി സ്വദേശികളായ സജിയും ബിസ്നയും 26 ഭിന്നശേഷി കുട്ടികൾക്കാണ് ദയാശ്രയ ചാരിറ്റബിൾ റീഹാബിലേഷൻ സൊസൈറ്റിയിലൂടെ തണലേകുന്നത്. വിവാഹശേഷം കുട്ടികളില്ലാതിരുന്ന ഇവർ പ്രത്യേക പരിചരണം ആവശ്യമായ ഭിന്നശേഷി കുട്ടികളെ ഏറ്റെടുത്ത് സംരക്ഷിക്കുകയാണ്. കേരളത്തിന്റെ വിവിധയിടങ്ങളിലുള്ള ഭിന്നശേഷി കുട്ടികൾക്ക് സജിയും ബിസ്നയുമാണ് ഇപ്പോൾ അച്ഛനും അമ്മയും. ഞാനിവിടെ ഇന്നലെ വന്ന് നോക്കുമ്പോൾ പ്രത്യേക പരിഗണന അറിയിക്കുന്ന ഈ കുട്ടികളെ സംരക്ഷിക്കാൻ ഭാര്യയും ഭർത്താവും ഈ വീട്ടിൽ ഇവർ സ്വന്തം മക്കളെ പോലെ സംരക്ഷിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അതേ രീതിയിൽ തന്നെയാണ് യൂസഫ് അലി സാറിനോട് പറഞ്ഞത്. അദ്ദേഹം ഉടനെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു. അതാണ് ഇന്ന് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ ഇവരുടെ വീട് ഇവരുടെ പേരിൽ സ്വന്തമാക്കണം. 20 ലക്ഷം രൂപയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഈ നാട്ടിലെ മറ്റുള്ള ആളുകൾക്ക് പ്രചോദനമാകട്ടെ. ഇവരെ സഹായിക്കാനും സ്വന്തം മക്കളെ പോലെ ഇവരെ നോക്കാനും ഈ നാട്ടിലെ മറ്റുള്ള ആളുകൾക്കും കഴിയട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ചെലവും വീട്ടുവാടകയും സാധാരണക്കാരായ ഈ ദമ്പതികൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് ആദ്യം താമസിച്ചിരുന്ന വാടക കെട്ടിടത്തിൽ നിന്ന് ഇവർക്ക് ഇറങ്ങേണ്ടി വന്നു. പിന്നീടാണ് അട്ടപ്പാടി മുക്കാലിയിലെ ഈ വീട്ടിലേക്ക് ഇവർ മാറിയത്. ഈ വീടുമായി കുട്ടികൾ നല്ല അടുപ്പമാണ് പുലർത്തിയിരുന്നത്. ഇതിനിടെ 6 മാസത്തിനകം വീട് വിൽക്കുമെന്ന് ഉടമസ്ഥൻ അറിയിച്ചതോടെ കുട്ടികളുമായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്ന ആശങ്കയിലായിരുന്നു ഈ ദമ്പതികൾ. നാട്ടുകാരുടെ സഹായത്തോടെ 4 ലക്ഷം രൂപ സംഘടിപ്പിക്കാനായെങ്കിലും വീട് സ്വന്തമാക്കണമെങ്കിൽ 15 ലക്ഷം രൂപ കൂടി ആവശ്യമായിരുന്നു. ദൈനംദിന ചെലവിന് പോലെ ബുദ്ധിമുട്ടുന്നതിനിടെ ഇത്രയും വലിയ തുക എങ്ങനെ സ്വരൂപിക്കുമെന്ന ആശങ്കയിലായിരുന്നു ഇവർ. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞങ്ങൾ അത്രയും ഇപ്പോൾ ഇവിടെ 2 വർഷത്തിലേറെ ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ട്. പക്ഷേ എത്രയോ ആൾക്കാരെ പോയി കണ്ടു. എല്ലാവരും നോക്കട്ടെ സഹായിക്കാമെന്ന് പറയല്ലാതെ ഇന്ന് വരെ ഒരു സഹായം നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഒരു സുഹൃത്തുക്കൾ സഹായ വാട്സപ്പ് ഗ്രൂപ്പിലെയും സ്വർഗവാതിൽ വാട്സപ്പ് ഗ്രൂപ്പിലെയും കുറച്ച് നല്ല മനസ്സുള്ള ആൾക്കാർ ഒരു 4 ലക്ഷം രൂപ തന്നു. അതാ നമുക്ക് ഈ വീടിന് ആദ്യമായിട്ട് അഡ്വാൻസ് കൊടുക്കാൻ പറ്റിയ. പിന്നെ ഒന്നും നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നെ അടുത്ത കാലത്ത് ഒരു കുട്ടി ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിലും 3 ലക്ഷം. ഞങ്ങളിവിടെ എന്ത് ബുദ്ധിമുട്ട് വന്നാലും അതിൽ നിന്ന് പൈസ എടുക്കാറേ ഇല്ല. കാരണം ഈ വീട് വിട്ട് പോവും എന്ന് കരുതി 7 ലക്ഷം കൊടുത്തു. ബാക്കി തുക കൊടുക്കാൻ ദൈവ യൂസഫ് അലി സാറെ കൊണ്ട് ഇത് തോന്നിച്ച. കാരണം സാറെ വീട്ടിൽ പോയിട്ട് തിരിച്ച് ഇറങ്ങുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് ഞാൻ ബസ്സിലെല്ലാം ഇരുന്ന് ഇങ്ങോട്ട് വന്നത്. ഇനി ആരെ പോയി കാണുമോ, ഇനി ആരോട് ചോദിക്കും അല്ല. ദൈവം ഇവരെ ഇവിടെ എത്തിച്ചത് ലിബിൻ സാർ വഴി യൂസഫ് അലി സാർ ഇത് അറിഞ്ഞതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഞങ്ങളെ പ്രാർത്ഥന സാറിന് എന്നും ഉണ്ടാവും, സാറിനും കുടുംബത്തിനും.
ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി നാട്ടിൽ വരുന്നുണ്ടെന്ന് ആരോ പറഞ്ഞത് വിശ്വസിച്ച് ഇവർ നാട്ടികയിലെത്തി ഒരു ദിവസം കാത്തുനിന്നെങ്കിലും നിരാശരായി. ഇതിനിടെയാണ് ദയാശ്രയ ചാരിറ്റബിൾ റീഹാബിലേഷൻ സൊസൈറ്റിയുടെ അവസ്ഥ സമൂഹ മാധ്യമങ്ങളിലൂടെ എം എ യൂസഫ് അലിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടനടി തന്നെ ഈ കുട്ടികളുടെ സങ്കടം പരിഹരിക്കണമെന്ന് എം എ യൂസഫ് അലി ലുലു ഗ്രൂപ്പ് പ്രതിനിധികൾക്ക് നിർദ്ദേശം നൽകി. ലുലു ഇന്ത്യ മീഡിയ ഹെഡ് NB സ്വരാജ്, ലുലു പാലക്കാട് ഹൈപ്പർ മാർക്കറ്റ് ജനറൽ മാനേജർ ജയേഷ് നായർ, ഹൈപ്പർ മാർക്കറ്റ് മാനേജർ ഹരികൃഷ്ണൻ S എന്നിവർ ചേർന്ന് അട്ടപ്പാടി മുക്കാലിയിലെ ഇവരുടെ വീട്ടിലെത്തി 20 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. നിറകണ്ണുകളോടെ എം എ യൂസഫ് അലിക്ക് നന്ദി പറയുകയാണ് ഈ കുരുന്നുകളും ഇവരുടെ മാതാപിതാക്കളെ മാറിയ സജി ബിസ്ന ദമ്പതികളും. ഞങ്ങൾക്ക് ചെയ്തു തന്ന ഉപകാരം ഞങ്ങൾ മരണം വരെ മറക്കില്ല. കാരണം അത്രയും ബുദ്ധിമുട്ടിയ സമയത്ത് ദൈവത്തിനെ പോലെ യൂസഫ് അലി സാർ ഞങ്ങളുടെ മുന്നിലേക്ക് സഹായങ്ങളുമായിട്ട് വന്നത്. ഈ 6 മാസം കൊണ്ട് ഈ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും പൈസ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഈ മക്കളെയും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയായിരുന്നു. ഇവരെന്ത് ചെയ്യണം, എങ്ങോട്ട് കൊണ്ടുപോകണം എന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനും അത് യൂസഫ് അലി സാറ് കണ്ണിൽ കാണാനും ഇടയായത്. എത്രയോ പ്രാവശ്യം ഞങ്ങൾ യൂസഫ് അലി സാറെ ബന്ധപ്പെടാൻ ശ്രമിച്ചതാണ്, പക്ഷേ കഴിയാതെ വന്നു. യൂസഫ് അലി സാറെ വീട്ടിൽ പോയി തിരിച്ച് വരുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വന്നതിന് എന്ത് ചെയ്യും. യൂസഫ് അലി സാറ് അറിഞ്ഞാൽ ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസം ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ദൈവം യൂസഫ് അലി സാറെ അടുത്തേക്ക് ഞങ്ങളെ കാര്യങ്ങൾ എത്തിച്ചു. അതിന് യൂസഫ് അലി സാറോട് ഒത്തിരി ഈ നന്ദി പറയുന്നു. യൂസഫ് അലി സാറ് ഞങ്ങളെ കാണപ്പെട്ട ദൈവമാണ്. കാരണം ഞങ്ങൾ എത്രയോ ആൾക്കാരെ പോയി കണ്ടു. എല്ലാവരും നമുക്ക് നോക്കാം എന്തെങ്കിലും ചെയ്യാമെന്ന് പറയല്ലാതെ ഇന്ന് വരെ നമുക്ക് ഒന്നും തരാനുള്ളൊരു മനസ്സ് ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരെ സഹായവും പിന്നെ വാട്സപ്പ് സുഹൃത്തുക്കൾ സഹായ വാട്സപ്പ് ഗ്രൂപ്പ് അംഗങ്ങളും സ്വർഗവാതിൽ ഗ്രൂപ്പ് അംഗങ്ങളും ഒരു 4 ലക്ഷം രൂപ കൊടുത്തത് കൊണ്ട് ഇവിടെ തൽക്കാലം നിൽക്കാൻ കഴിഞ്ഞത്. ഇനി അങ്ങോട്ട് ഇവിടെ തന്നെ ഞങ്ങൾക്കൊരു സ്വപ്നം പോലെ തോന്നുകയാണിത്. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല, ഇത് ശരിക്കും ഉള്ളതാണോ. കാരണം സാറ് വിളിച്ചപ്പോഴെല്ലാം ഞാൻ അത് വെറുതെ ഒത്തിരി പ്രാവശ്യം ഇങ്ങനെ ഫോണിൽ നമ്മൾ ആൾക്കാർ വിളിച്ച് ഇപ്പം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞൊരു പ്രതീക്ഷ തിരുത്തുണ്ടായിരുന്നു. അതുപോലെ ആയിരിക്കുന്നു. ഞാൻ ഇന്ന് രാവിലെ വരെ ഇവർ വരുന്നവരെ എനിക്ക് വിശ്വാസം തോന്നിയിട്ടില്ല. അത് ചിലപ്പോൾ വെറുതെ ആയിരിക്കും എന്നായിരുന്നു എൻ്റെ തോന്നൽ. പക്ഷേ ഇത് ഇപ്പം മുന്നിൽ സാറ് വന്നപ്പോൾ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അതും യൂസഫ് അലി സാർ അത്രയും വലിയൊരാൾ ഞങ്ങളെ ഈ വിഷമം മനസ്സിലാക്കി ഞങ്ങളെ മുന്നിലേക്ക് വന്നതിന് ഒരുപാട് നന്ദിയും കടപ്പാടും ഉണ്ട്. യൂസഫ് അലി സാറെ കുടുംബത്തിനും കൂടെയുള്ളവർക്കും വേണ്ടി ഞങ്ങളെ പ്രാർത്ഥന എന്നും ഉണ്ടാവും മരണം വരെ. ഞങ്ങൾ ഈ വീട്ടിൽ 26ഓളം മക്കളുണ്ട്. അതിൽ 12 കുട്ടികൾ രക്ഷിതാക്കളോ ആരും ഇല്ലാത്ത മക്കളാണ്. ഞങ്ങൾ തെരുവിൽ നിന്നെല്ലാം കൊണ്ടുവന്ന് വളർത്തുക അവരെ. അതുപോലെ 2 വർഷം ആയി ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ട്. നാട്ടുകാരെ സഹായം കൊണ്ടും പിന്നെ പേപ്പർ ബാഗ്, പപ്പടം, പെന്ന് ഇതെല്ലാം ഉണ്ടാക്കി വിറ്റിട്ടാണ് ഞങ്ങൾ ഇവിടെയുള്ള വരുമാനം ഭക്ഷണത്തിനുള്ള വഴിയും മറ്റും കണ്ടെത്തിയത്. ഈ വീട്ടിലേക്ക് മാറിയപ്പോൾ അത് ചെയ്യാനുള്ള പപ്പടം ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു.